നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാനസികാരാധനയെക്കുറിച്ചാണ്. പണ്ട് പ്രതിഷ്ഠിനാപുരം എന്ന നഗരത്തിൽ ഒരു ബ്രാഹ്മണൻ പാർത്തിരുന്നു. ദരിദ്രനായിരുന്നെങ്കിലും അതിൽ നിരാശയില്ലാത്തവനും നിഷ്കളങ്കനുമായിരുന്നു അവൻ. ഒരു നാൾ ബ്രാഹ്മണരുടെ ഒരു സഭയിൽ ക്ഷേത്രത്തിലെ വിഗ്രഹാരാധന എങ്ങനെ നടത്തണം എന്നതിനെ സംബന്ധിച്ച് നടന്ന ഒരു സംവാദം അവൻ കേൾക്കുകയുണ്ടായി. വിഗ്രഹത്തെ മനസ്സിനുള്ളിലും ആരാധിക്കാമെന്നും ആ സംവാദത്തിൽ അയാൾ ശ്രവിച്ചു. ആ സംഭവത്തിന് ശേഷം ബ്രാഹ്മണൻ ഗോദാവരി നദിയിൽ സ്നാനം ചെയ്ത് മനസ്സിനുള്ളിൽ വിഗ്രഹാരാധന ചെയ്തു തുടങ്ങി. അദ്ദേഹം ആദ്യം മനസ്സിനുള്ളിലെ സങ്കല്പക്ഷേത്രം ധ്യാനത്തിൽ കഴുകി ശുദ്ധിയാക്കി. അനന്തരം ഭാവനയിൽ തന്നെ ആരാധനയ്ക്കുള്ള ജലം പുണ്യനദികളിൽ നിന്ന് സ്വർണ്ണ കുംഭങ്ങളിലും വെള്ളിക്കുടങ്ങളിലും നിറച്ചു കൊണ്ടുവന്നു. ആരാധനയ്ക്ക് ആവശ്യമായ വിലപ്പെട്ട സാധനങ്ങൾ ശേഖരിച്ച് വിഗ്രഹത്തെ സ്നാനം ചെയ്യിക്കുന്നത് മുതൽ ആരതി ഒഴിയുന്നതുവരെയുള്ള പൂജകൾ വിധിപ്രകാരം നിർവഹിച്ചു. അങ്ങനെ നിത്യവും സങ്കല്പ പൂജയിലൂടെ അവൻ അടിക്കടി വർദ്ധിച്ച ആനന്ദം അനുഭവിച്ചു കൊണ്ടിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഒരു നാൾ അവൻ വിഗ്രഹത്തിന് നിവേദിക്കുന്നതിനു വേണ്ടി മനസ്സിൽ ഹൃദ്യമായ പായസം നെയ്യുപയോഗിച്ച് പാചകം ചെയ്തു. അവൻ ആ പായസം മനസ്സുകൊണ്ട് സ്വർണ്ണ തളികയിൽ കൃഷ്ണന് സമർപ്പിച്ചു. പെട്ടെന്ന് പായസത്തിന് ചൂട് കൂടുതലാണെന്ന് തോന്നിയ അവൻ അത് വിരൽ കൊണ്ടൊന്ന് തൊട്ടുനോക്കി. പെട്ടെന്ന് പായസത്തിൻ്റെ ചൂട് കൊണ്ട് വിരൽ പൊള്ളിയതായി തോന്നുകയും ബ്രാഹ്മണൻ വേദനിച്ച് നിലവിളിക്കാൻ തുടങ്ങുകയും ചെയ്തു. ആ സമയം വൈകുണ്ഠത്തിലിരുന്ന് അത് കാണുകയായിരുന്ന വിഷ്ണു ഭഗവാൻ മന്ദഹസിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നിയും ഭാഗ്യദേവതയുമായ ലക്ഷ്മി ദേവി ഭഗവാന്റെ പുഞ്ചിരിയുടെ കാരണമന്വേഷിച്ചു. വിഷ്ണു ഭഗവാൻ അപ്പോൾ തൻ്റെ സഹായികളെ വിളിച്ച് ആ ബ്രാഹ്മണനെ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. അപ്രകാരം ആ ബ്രാഹ്മണന് സാമീപ്യമുക്തി അഥവാ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സമീപത്ത് ശാശ്വതമായി ജീവിക്കുവാനുള്ള ഭാഗ്യവും ലഭിച്ചു. ഹരേ കൃഷ്ണ. നമോസ്തുതേ.